Hi dears, welcome back to my channel. ഇന്ന് ചെയ്യുന്നത് വലിയ ബീഡ്സ് യൂസ് ചെയ്തിട്ട് ചെറിയൊരു നെക്ക് ചെയിൻ ആണ്. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇന്ന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ മെറ്റീരിയൽസ് ഇതൊക്കെയാണ് ആവശ്യം. ബീഡ്സ്, ഗിയർ ലോക്ക്, ജംപറിംഗ്, ഹുക്ക്. ഇത്രയും സാധനങ്ങളാണ് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ ഗിയർ വയർ, ദെൻ കട്ടർ ആൻഡ് പ്ലെയർ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഹുക്ക് കോർക്കാം. അതുപോലെ ഹുക്ക് വേണമെങ്കിൽ കോർക്കാം, അല്ലെങ്കിൽ ജംപറിങ് വേണമെങ്കിൽ കോർക്കാം. ഒരു എൻഡിൽ നമ്മൾ ഗിയർ ലോക്ക് ആദ്യം കോർക്കണം. അതിനുശേഷം ജംപറിങ് കോർത്ത് വീണ്ടും ഈ ഗിയർ വയറെടുത്ത് ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ എടുത്ത് ലോക്ക് ചെയ്ത് വെക്കാം. ഇത് ഞാൻ എല്ലാ മാലയിലും ഇതേ പ്രോസസ്സിങ് തന്നെയാണ്. ഇത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ, കോമൺ ആയ ഒരു മെത്തേഡാണ്. എന്നാലും ഒന്നുകൂടി പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ ഗിയർ ലോക്ക് നമുക്ക് പെയർ വെച്ച് പ്രസ് ചെയ്ത് വെക്കാം. പിന്നെ അത് ലോക്കായി അവിടെ നിന്ന് അനങ്ങില്ല. അപ്പോൾ കോർത്ത് തുടങ്ങാം. ഫസ്റ്റ് ഒരു 4 mm ബീഡ് കോർക്കുന്നത്, പിന്നെ ഒരു 10 mm ബീഡാണ് കോർക്കുന്നത്. ഒരു 16 10 mm ബീഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വൺ സൈഡിൽ ഒരു 8 കോർത്ത് ഓപ്പോസിറ്റ് സൈഡിലും 8 ആണ് കോർക്കുന്നത്. ഈ നടുവിൽ വരുന്നത് ഫ്രണ്ടിൽ വരുന്ന ഭാഗത്ത് മാത്രമാണ് ഈ 16 mm വരുന്ന വലിയ ഈ മുത്ത് ഒരു 7 എണ്ണം കോർക്കുന്നത്. ഇതിൽ പ്രത്യേകിച്ചൊന്നും അറിയാനില്ല, ജസ്റ്റ് ഹുക്ക് കോർക്കാൻ മാത്രം അറിയേണ്ടുള്ളൂ. അത് കഴിഞ്ഞ് നോർമലി നമ്മൾ കോർക്കുന്ന പോലെ എല്ലാ മുത്തും കോർക്കുക. സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ഭംഗിയുള്ള നല്ല ലുക്കുള്ള ഒരു മാല. അപ്പം ഇത് എല്ലാ ബീഡ്സും വലിയ ബീഡ്സ് യൂസ് ചെയ്യാം. 16 mm ആ നടുവിൽ വെക്കുന്ന അത്രയും വലിപ്പമുള്ള ബീഡ്സ് യൂസ് ചെയ്യാം. എൻ്റെ ഉള്ള ബീഡ്സ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. അത്രയും വലിയ ബീഡ്സ് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ സ്റ്റോക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് നടുവിൽ മാത്രം വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്തതാണ്. വളരെ ഈസി ആയിട്ട്, ഇതിൽ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. എന്നാലും എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു മോഡലായതുകൊണ്ട് ഞാൻ ഇത് വീഡിയോ ആയിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ കോർത്ത് കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഹുക്ക് കോർക്കുന്നവിടെ മാത്രം ഒരു 4 mm വലിപ്പം വരുന്ന ഒരു മുത്താണ് കോർക്കുന്നത്. കാരണം നമുക്ക് ഹുക്ക് ഇടുമ്പോഴെല്ലാം പിടിക്കാൻ സൗകര്യത്തിന് അവിടെ കുഞ്ഞു മുത്ത് ഞാൻ കോർത്തത് കേട്ടോ. അല്ലെങ്കിൽ വലുതാകുമ്പോൾ നമുക്കത് പിടിക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും, നേരെ കിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഗിയർ ലോക്ക് കോർക്കുന്നു, ഹുക്ക് കോർക്കുന്നു, വീണ്ടും ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഗിയർ വയർ എടുത്ത് ടൈറ്റ് ചെയ്ത് നമുക്കത് പ്രസ് ചെയ്ത് വെക്കാം. ഗിയർ ലോക്ക് പ്ലെയർ വെച്ച് പ്രസ് ചെയ്യാം. അതിനുശേഷം ഈ ഗിയർ വയർ നമുക്ക് അവിടെ തന്നെ കട്ട് ചെയ്ത് കളയണമെന്നില്ല. 1-2 ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുത്ത ശേഷം കട്ട് ചെയ്താൽ മതി. അപ്പോൾ അത് കുറച്ചുകൂടി ഫിനിഷിങ് തോന്നിക്കും. അവിടെ ഇരുന്നോളൂ. നമുക്ക് ഗിയർ വയറിൻ്റെ മുറിച്ച് കളഞ്ഞ ഭാഗം കാണില്ല. അതിൻ്റെ ഉള്ളിലൂടെ 2 മുത്തിൻ്റെ ഉള്ളിലൂടെ ഞാൻ എടുത്തിട്ടുള്ളൂ. എടുത്ത ശേഷം നമുക്ക് കട്ട് ചെയ്ത് കളയാം. എക്സ്ട്രാ വരുന്ന വയറ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മാല റെഡിയായി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.